ഹായ് ഗായ്സ്, കുറച്ച് നാളായി നമ്മൾ വ്ളോഗൊക്കെ ഇട്ടിട്ട്. +2 റിസൾട്ട് ഒക്കെ വന്നിരിക്കുകയാണല്ലോ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് UG-യും PG ഒക്കെ സൈക്കോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അവരുടേതായിട്ടുള്ള കുറെ സംശയ നിവാരണം ആണ് പൊതുവേ നമ്മുടെ ചാനലിലെ കമന്റ്സ് എല്ലാം കാണാറുള്ളതും നമുക്ക് പേഴ്സണൽ മെസ്സേജസ് വരാറുള്ളതും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വരാറുള്ളത്. അപ്പൊ അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് +2 കഴിഞ്ഞിറങ്ങിയ എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ പ്രത്യേകം കൺഗ്രാറ്റുലേഷൻസ്. ഏത് സ്ട്രീമിലേക്ക് നിങ്ങൾ തിരിഞ്ഞാലും നിങ്ങളുടെ പാഷനും കരിയറും ഒക്കെ ഒന്നാകുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ എന്ന് നമ്മൾ ആദ്യം തന്നെ ആശംസിക്കുന്നു. അപ്പൊ ഇന്ന് എന്റെ കൂടെ വീഡിയോയിൽ ഒരാളും കൂടി ഉണ്ട്. ആരാണ്? ഹായ്, സോ ദിസ് ഇസ് അനുജ. അനുജന് ഒരുപാട് വീഡിയോസിൽ കണ്ടുപരിചയം ഉണ്ടാവാൻ ചാൻസ് ഇല്ല അല്ലെ? സൈഷറിന്റെ വീഡിയോസിൽ കണ്ടുപരിചയം ഉണ്ടാവില്ല. അനുജ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, നമ്മളുടെ ഒരു പുതിയ ഗ്രൂപ്പ് മെമ്പർ ആണ്. അപ്പൊ ഇന്ന് അനുജ ഞാനും കൂടെയാണ് വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ വീഡിയോ എടുക്കാൻ കുറെ സ്ഥലം പ്ലാൻ ചെയ്തു, പക്ഷെ ഒന്നും വർക്കൗട്ട് ആയില്ല. ഞങ്ങൾക്ക് സമയവുമില്ല, എന്നാൽ ഇപ്പൊ തന്നെ വീഡിയോ എടുക്കണമെന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ ഒരു കാർ വ്ലോഗ് ആക്കാന്ന് വിചാരിച്ചത്. അപ്പൊ ഞാനും അനുജയും കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. പൊതുവെ ആളുകൾ ചോദിക്കുന്നത്, ഇതിൽ പല ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ ആക്ച്വലി നമ്മുടെ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതായിരിക്കാം. എന്നാൽ പോലും എല്ലാം കൂടെ ഒരു സിംഗിൾ പേജിൽ കൊണ്ടുവരാന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു Q&A പോലെ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ റെഡി അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം അല്ലേ? ചോദിച്ചോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, +2 സയൻസ് പഠിച്ചവർക്കാണോ BSc സൈക്കോളജി എടുക്കാൻ പറ്റുക? ഈ ചോദ്യം നമ്മൾ ഒരുപാട് നാളായിട്ട് നേരിടുന്ന ഒരു കാര്യമാണ്. ആക്ച്വലി അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. സംഭവം എന്താ വെച്ചാൽ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, BSc സൈക്കോളജി ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത, ഫിസിയോളജി ഒരു മെയിൻ പേപ്പറാണ്. അപ്പൊ ആ ഫിസിയോളജി പേപ്പർ പഠിച്ചെടുക്കാനായിട്ട് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോ ഓണേഴ്സ് ആയതുകൊണ്ട് ആദ്യത്തെ വർഷം കൂടുതലും ഒരു ഫൗണ്ടേഷൻ പോലെയാണ്. അതായത് ഏത് സ്ട്രീമിൽ നിന്ന് വന്നവർക്കും സൈക്കോളജിയിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പൊ അതിന്റെ സിലബസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി ഒരു ഫ്രണ്ട്ലി ആയിട്ടുണ്ട് സിലബസ്. ഫസ്റ്റ് ഇയറിൽ തന്നെ ഫിസിയോളജി പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഈ സൈക്കോളജിന്റെ ബേസിക്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി അതിനോടൊന്ന് എന്താ പറയുക, അഡാപ്റ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ആക്ച്വൽ സൈക്കോളജിയിലേക്ക് ഇനി കടക്കുന്നുള്ളൂ, ഈ ഓണേഴ്സ് വന്നതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കേ സൈക്കോളജി എടുക്കാൻ പാടുള്ളൂ എന്ന് ഒരു നിബന്ധന ഇല്ല. അത് മുമ്പും ഇല്ലായിരുന്നു, ഇപ്പൊ അതൊന്നും കൂടി എളുപ്പമാക്കിയിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, UG ആൻഡ് PG പഠിക്കാൻ ബെസ്റ്റ് കോളേജസ് ഏതാണ്? UG ഇതൊരു വലിയ ചോദ്യമാണ് കേട്ടോ. ഒരുപാട് പേരല്ലേ, നമുക്ക് പേഴ്സണൽ മെസ്സേജസ് വരെ വരുന്നുണ്ട്, എവിടെയാണ് നന്നായിട്ട് പഠിക്കാൻ പറ്റുക, ലിസ്റ്റ് അങ്ങനെയൊക്കെയാ ചോദിക്കണം. അതെ, സത്യത്തിൽ നമ്മുടെ മുന്നത്തെ വീഡിയോ കേരളത്തിൽ മാത്രമാണ് തോന്നുന്നത്, സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസ് എല്ലാം അണ്ടർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി ആൻഡ് കേരള യൂണിവേഴ്സിറ്റി എവിടെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ നല്ല ബ്ലോക്കാണ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിലും അതിൽ ഏത് ബെസ്റ്റ് എന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇറ്റ്സ് ബെറ്റർ നമ്മുടെ ഒരു ഡെമോഗ്രഫിക്കലി എവിടെ നമുക്ക് ചെയ്യണം എന്നാണ് താല്പര്യം എന്നതനുസരിച്ചിട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും. വീട്ടിൽ നിന്ന് തന്നെ പോയി വരണം എന്ന താല്പര്യമുള്ളവർക്ക് അതാത് പ്രൊവിൻസിൽ വരുന്ന യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക. വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ദൂരേക്കുള്ളത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിലൊരു മാർഗമുള്ളത്. പിന്നെ മെയിൻ ആയിട്ട് 3 ടൈപ്പാണ് വരിക: എയ്ഡഡ്, സെൽഫ് ഫിനാൻസിങ്, ഓട്ടോണോമസ്. അപ്പൊ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എയ്ഡഡ് കോളേജസ് തന്നെ ചൂസ് ചെയ്യുക. അതിന് മാർക്ക് ഒരു വലിയ ഘടകമാണ്. UG-ന്റെ കാര്യം കേട്ടോ പറയുന്നത്. അതല്ല, കുറച്ചും കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളവർക്ക് സെൽഫ് ഫിനാൻസിങ് ചൂസ് ചെയ്യാം. ഓട്ടോണോമസ് എന്ന് പറയുമ്പം ഓട്ടോണോമസിൽ തന്നെ ഇപ്പം കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ രാജഗിരി, സെയിന്റ് ട്രേസേഴ്സ് എന്നൊക്കെ പറയുന്നിടത്ത് ഓട്ടോണോമസ് കോളേജുകളിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ എക്സാംസും അവിടുത്തെ ടൈം ടേബിളും കാര്യങ്ങളും എല്ലാം അതാത് കോളേജസിന് ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് ചൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിലാണ് കാര്യം. ഇപ്പൊ UC കോളേജ് ഓട്ടോണോമസ് ആക്കാൻ പോവുകയാണെന്ന് കേട്ടു, അത് എനിക്ക് ഉറപ്പില്ല ആയോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കോളേജ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ ഡിഗ്രിക്ക് തന്നെ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ പോകണം എന്നാണെന്നുണ്ടെങ്കിൽ അത് ഇന്റഗ്രേറ്റഡ് കോളേജസ് ഉണ്ട്, ഇന്റഗ്രേറ്റഡ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ആക്ച്വലി ഓണേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു കോൺസെപ്റ്റിലാണ് കൊണ്ടുവന്നിരിക്കണേ. പക്ഷെ സ്റ്റിൽ കുറച്ചും കൂടി CUCET-ന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് കോളേജസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഗുർഗാവോൺ ആണെന്ന് തോന്നുന്നു, അവിടെയുള്ള
സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇന്റഗ്രേറ്റഡ് കോഴ്സാണ്, അതായത് 5 ഇയർ കോഴ്സാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂണിവേഴ്സിറ്റി ബേസ്ഡ് ആയിട്ട് പോവാം. ഐ തിങ്ക് ഹൈദരാബാദിൽ ഇന്റഗ്രേറ്റഡ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഉറപ്പില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് യൂണിവേഴ്സിറ്റി ബേസിൽ പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏരിയ എന്താണെന്ന് അനുസരിച്ചിട്ട് സെൽഫ് ഫിനാൻസിങ് വേണോ അല്ലാത്തത് വേണോ എന്ന് തീരുമാനിക്കുക. കാരണം യൂണിവേഴ്സിറ്റി വൈസ് സിലബസ് മാത്രമേ മാറുന്നുള്ളൂ, അല്ലാതെ പിന്നെ അവിടുത്തെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും. അതല്ലാണ്ട് നമുക്കൊരു ബെസ്റ്റ് കോളേജ് ഏതാണ് എന്ന് ഡിഗ്രിക്ക് പോകാൻ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പൊ പോലെ സൈക്കോളജി കോഴ്സസ് ഉള്ള കോളേജസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ ഏത് നല്ലത് ഏത് ചീത്ത എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് തന്നെയുള്ളൂ. കുറച്ചും കൂടെ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന കോളേജസ് ഏതൊക്കെയെന്നൊന്ന് സെർച്ച് ചെയ്തിട്ട് പോവുക. അതേ നമുക്ക് അതിൽ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ചെയ്തവർക്ക് PhD ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? നിനക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ടോ PhD? എനിക്ക് മടിയാ പഠിക്കാൻ. പഠിച്ചിടത്തോളം മതി ഇതൊക്കെ. ഫസ്റ്റ് എടുത്തിട്ട് ഞാൻ PhDക്ക് പോവാം. ഓക്കെ, ഡിസ്റ്റന്റ് ചെയ്തവർക്ക് PhD ചെയ്യാം എന്നാണ് നമ്മുടെ ഒരു അറിവ്. PhD ചെയ്യാം, യെസ് ചെയ്യാം, അറിവല്ല ചെയ്യാം. റെഗുലർ ആയിട്ടും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. എനിക്ക് അറിയുന്ന അല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് LPU ആണ്, ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി പഞ്ചാബ്. അവിടെ എന്ന് പറഞ്ഞാൽ വേറൊരു ഓപ്ഷനും കൂടെ ഉള്ളത്, നമ്മുടെ അവിടെ ഒരു ഫാക്കൽറ്റി ആയിട്ടും കൂടെ കയറുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഫീസ് റിഡക്ഷനോ അങ്ങനെ എന്തൊക്കെയോ കുറെ കാര്യങ്ങളും കൂടെ ഉണ്ട്. അതല്ലാണ്ട് അവിടെ ഡിസ്റ്റന്റ് ആണെങ്കിലും ഇടയ്ക്ക് പോകേണ്ടി വരും, അങ്ങനത്തെ സെറ്റപ്പിലാണ്. ഐ തിങ്ക് ഇഗ്നോന്റെ PhD ഉണ്ട്, പക്ഷെ അത് ഡിസ്റ്റന്റ് അല്ല കേട്ടോ, അത് ഓഫ്ലൈൻ തന്നെയാണ്. പക്ഷെ ഡിസ്റ്റന്റ് പഠിച്ചവർക്കും PhD ചെയ്യാം, MSciയും ചെയ്യാം എന്നാണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ ലേറ്റസ്റ്റ് അറിവ് കേട്ടോ. ഓക്കെ, കേരളത്തിൽ MSc ക്ലിനിക്കൽ സൈക്കോളജി ഉള്ള കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ്, അതിൻ്റെ ഒരു ഡീറ്റെയിൽ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. പിന്നെ കേരളത്തിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ജനറൽ സൈക്കോളജി ആണ്. ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് കൂടുതലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് സ്ഥലങ്ങളിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റിയിലുണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു പ്രജ്യോതി പോലെയുള്ള കുറച്ച് സ്ഥലങ്ങൾ, അങ്ങനെ എവിടെയൊക്കെയോ ആണ് ക്ലിനിക്കൽ സൈക്കോളജി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാണ്ട് ജനറൽ സൈക്കോളജി ആണ് കേരളത്തിലുള്ളത്. മറ്റൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് നമ്മുടെ പ്രീവിയസ് വീഡിയോയിലുണ്ട്, ആ വീഡിയോ നമ്മൾ ടാഗ് ചെയ്തേക്കാം. ഓക്കെ, MSc സൈക്കോളജിക്ക് എൻട്രൻസ് കോമൺ ആണോ അല്ലെങ്കിൽ കോളേജ് ലെവലാണോ? സെയിം ഫോർ UG? ഇത് ഒരു പ്രധാന ക്വസ്റ്റ്യൻ ആണ്. വെരി കോമൺ. യെസ്, വെരി കോമൺ ക്വസ്റ്റ്യൻ. UGക്ക് ആസ് ഓഫ് നൗ നമ്മുടെ ഏകജാലകം വഴിയാണ് അഡ്മിഷൻ വരുന്നത്. മാർക്ക് ബേസ്ഡ് ആയിട്ടാണ് എയ്ഡഡ് കോളേജസ് അല്ലാത്തത് നമുക്ക് പറഞ്ഞു കിട്ടുന്നത്. ഈ സെൽഫ് ഫിനാൻസിങ്ങിൽ തന്നെ മെറിറ്റിലും മാനേജ്മെന്റിലും ഒക്കെ സീറ്റ്സ് ഉണ്ടാവുമല്ലോ. ഇതൊക്കെ മാർക്ക് ബേസ്ഡും നമ്മളുടെ ആവശ്യപ്രകാരവും ഒക്കെയാണ് UGയിൽ കൂടുതലും വരുന്നത്. UGയിൽ കോളേജ് ലെവൽ എക്സാംസ് ചില ഓട്ടോണോമസ് കോളേജുകൾക്കാണ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ്. ഫോർ എക്സാമ്പിൾ രാജഗിരി ഒക്കെ പോലത്തെ കോളേജസിന് അവരുടേതായിട്ടുള്ള എൻട്രൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാം എൻ്റെ കേട്ടറിവാണ് കേട്ടോ, എനിക്ക് ഉറപ്പില്ല. PGക്ക് പക്ഷേ കോളേജ് ലെവൽ എൻട്രൻസിനും അഗെയിൻ ഇതുപോലത്തെ ഓട്ടോണമസ് കോളേജുകൾക്ക് അവരുടേതായിട്ടുള്ള ഇതുണ്ടായിരിക്കും. അല്ലാണ്ട് യൂണിവേഴ്സിറ്റി വൈസ് ആണുള്ളത്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, ഇവർക്കൊക്കെ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ കോമൺ എൻട്രൻസ്, CUCETന്റെ കോമൺ എൻട്രൻസ് ആണ് ഉള്ളത്. പിന്നെ ചില യൂണിവേഴ്സിറ്റീസിന് അതാത് യൂണിവേഴ്സിറ്റി സ്പെസിഫിക് ആയിട്ടും ഉണ്ട്. മുമ്പ് പോണ്ടിച്ചേരിക്ക് തനിയെ വേറൊരു എക്സാം ആയിരുന്നു, പക്ഷെ അതും ഇപ്പോൾ CUCETന്റെ അണ്ടറിൽ വന്നു. ഹൈദരാബാദ് HCU അതിനിപ്പോ സ്വന്തം എൻട്രൻസ് ആണോ അതോ അവരും കോമണിൽ കയറിയോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇങ്ങനെയാണ് യൂണിവേഴ്സിറ്റി വൈസ് വരുന്നത്. ചില യൂണിവേഴ്സിറ്റീസിന് അവരുടേതായിട്ടുള്ള എൻട്രൻസ് തന്നെയാണ് സ്റ്റിൽ ഉള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ അമിറ്റി അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസിനൊക്കെ അവരുടെ തന്നെ എൻട്രൻസ് ആണുള്ളത്. ഓക്കെ, തീരെ ബ്ലോക്ക് ഇല്ല. അടുത്തത് BSc കഴിഞ്ഞ് HR ജോബ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഡിഗ്രി കഴിഞ്ഞാൽ സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാന പ്രശ്നം. മിനിമം PG എങ്കിലും കഴിയാതെ ജോബ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഏതൊരു ഡിഗ്രി കോഴ്സും കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ ജോബൊക്കെ തന്നെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി HR തന്നെ പോകണം എന്നാണ് എങ്കിൽ PGയിൽ ഓർഗനൈസേഷണൽ ബിഹേവിയർ OB സ്പെഷ്യലൈസ് ചെയ്താൽ പറ്റും. അതല്ലെങ്കിൽ നോർമൽ സൈക്കോളജി ലൈക് ജനറൽ സൈക്കോളജി തന്നെ പഠിച്ചതിന് ശേഷം MBA പോലുള്ള കോഴ്സസ് ചെയ്താലും അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് MBA ഒക്കെ ചെയ്താലും. ഡിസ്റ്റന്റ് ആയിട്ട് MBA ഉണ്ടോ ഇപ്പോൾ?
ഇഗ്നോയിലുണ്ട്. ഇപ്പോഴും ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്താലും മതി. സൈക്കോളജി വിത്ത് MBA എന്ന് പറയുന്നത് നല്ലൊരു ഒരു കോമ്പിനേഷൻ ആണ് HR ജോബ്സിന് കയറാനായിട്ട്. അത് PG യിൽ OBയും കൂടെ എടുത്തതിന് ശേഷം MBA ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. സോ അതാണ് ഒരു വഴി. ഓക്കെ. നെക്സ്റ്റ്, ഇഗ്നോയിലെ PG കഴിഞ്ഞവർക്ക് MSci ചെയ്യാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, PhDയും MSciയും ഒക്കെ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ. സൈക്കോളജി പഠിച്ചവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ആൻഡ് സാലറി അതിന്റെയൊക്കെ സ്കോപ്പ് ഒക്കെ എങ്ങനെയാണ്? വലിയ കോമഡിയാണ്. ഇത് എനിക്ക് പേഴ്സണലി മുന്നേ ഒത്തിരി ചോദ്യങ്ങൾ വന്നിരുന്നത് ഇതാണ്, സാലറി ഒക്കെ നല്ലോണം കിട്ടുമോ, പെട്ടെന്ന് തന്നെ ജോലി കിട്ടണം, ഇതിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഭയങ്കര കഷ്ടപ്പാടാണ് സത്യത്തില്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡിഗ്രി കഴിഞ്ഞാൽ ജോലി കിട്ടില്ല. PG കഴിഞ്ഞാൽ തന്നെ മോസ്റ്റ്ലി എല്ലാവരും ഒരു സേഫ് സോൺ നോക്കി പോകുന്നത് PG കഴിഞ്ഞാൽ ആർക്കും ഇപ്പൊ ടീച്ചിങ്ങിന് കയറാം എന്നുള്ളതാണ്. ഇപ്പൊ കുറെ കൂടെ ഗൈഡ് ലൈൻസ് ഒക്കെ മാറി വരുന്നുണ്ട്. UGC ഗൈഡ് ലൈൻസ് പ്രകാരം നെറ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളവർക്കാണ് പ്രിഫറൻസ് കൂടുതൽ. എന്നിരുന്നാൽ പോലും ഒരു സ്റ്റാർട്ടിംഗ് പേ സ്കെയിൽ 14,000, 16,000, 15,000 ഒക്കെയാണ് സെൽഫ് ഫിനാൻസിങ് കോളേജസിലൊക്കെ വരുന്നുള്ളൂ. പിന്നെ അല്ലാണ്ട് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ജോലിക്ക് കയറുന്ന ആളുകൾ ഇന്റേൺഷിപ്പിന് കയറുന്നതും അല്ലാണ്ട് ഒക്കെ കയറുന്നതും ഒക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. ഒരു 10,000 പ്ലസ് 10,000 to 15,000 ഒക്കെ ഒരു ബേസിക് സാലറി ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് ഇതിൽ ഞാൻ എൻ്റെ സത്യസന്ധമായ ഒപ്പീനിയൻ പറയുന്നതാണ് കേട്ടോ. ഇതിലിനി എത്ര പേര് കൊടി പിടിച്ച് വരുന്നത് എനിക്കറിയില്ല. വേറെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് പേയ്മെന്റ് തന്നെ 30+, 40+ ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മൾ എന്തോ ഒരു എക്സ്പേർട്ടീസ് ഉണ്ടാക്കുന്നു, നമ്മൾ എത്രത്തോളം പാഷനേറ്റ് ആണ്, എന്തോരം നമ്മളിതിൽ വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ഞാൻ ശ്രീചിത്രയിലൊക്കെ വർക്ക് ചെയ്തതുപോലെ PG കഴിഞ്ഞ് നെറ്റും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രോജക്ട് ബേസ്ഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. അതിനൊരു 30,000 പ്ലസ് HRA എന്നുള്ള രീതിയിലൊക്കെ സാലറി സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടും. വേറെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്നും അവിടെയൊന്നും ചോദിക്കുന്നില്ല. PG വിത്ത് നെറ്റ് ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിക്കുന്നത്. ഒരുപാട് പേര് ആ മേഖലയിലേക്ക് പോകുന്നില്ല. റിസർച്ച് ആണ്, പ്രോജക്ട് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാനാണ്, മൊണോട്ടണസ് ആണ്, ബട്ട് സ്റ്റിൽ പേയ്മെന്റ് നോക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ ഈ പറഞ്ഞ പോലെ HR ഫീൽഡിലേക്ക് അങ്ങനെയൊക്കെ തിരിയാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ജോബ് പെട്ടെന്ന് കിട്ടാൻ എളുപ്പമായിരിക്കും. പിന്നെ ഒരു PG ഒക്കെ ആകുമ്പോഴാണ് നിങ്ങളുടെ പാഷൻ ഏതിലേക്കാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമുക്ക് ഏത് ജോബിലേക്ക് തിരിയണം എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ പാഷൻ ഫോർ ദ പ്രൊഫഷൻ ആൻഡ് നമുക്ക് കൂടുതൽ പഠിക്കാനായിട്ടുള്ള എന്തൂസിയാസം എന്തോരം ഉണ്ടെന്നുള്ളതിനനുസരിച്ചിട്ട് നമ്മുടെ സ്കില്ല് പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് സൈക്കോളജിയിൽ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് എന്ത് സ്കില്ലുണ്ടോ അതിനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സൈക്കോളജിയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ് നമുക്ക് ബിൽഡ് ചെയ്യാം. ഈ വഴി പോയി നിന്റെ എടുത്തോ, വഴി അറിയോ? യെസ്. ഓക്കെ. അത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ദാറ്റ്സ് ഓൾ. യെസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനിയും ആളുകൾക്ക് ഡൗട്ട്സ് ഉണ്ടായിരിക്കും അറിയാം, എസ്പെഷ്യലി ഈ +2 കഴിഞ്ഞിരിക്കുന്ന സമയമാകുമ്പോൾ. അപ്പോൾ അങ്ങനെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സൈഷാറിന്റെ Instagram പേജ് ഉണ്ട്, അതിൽ മെസ്സേജ് ഇടുക. എവിടെ നിന്നൊക്കെയോ പേജിൽ നിന്ന് നമ്മുടെ നമ്പർ വരുന്നുണ്ട്, ആ നമ്പറിലേക്ക് മെസ്സേജസ് വരുന്നുണ്ട്. കുഴപ്പമില്ല, നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം നമ്മൾ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഈ പ്രൊഫഷനിലേക്ക് ഇറങ്ങണമെന്ന് താല്പര്യമുള്ള ആളുകൾ ഇമ്മീഡിയറ്റ് ജോലിയൊന്നും പ്രതീക്ഷ ഇറങ്ങരുത്. പഠിക്കാനുള്ള താല്പര്യവും ആ പാഷനും ഒക്കെ അനുസരിച്ചിട്ട് ഇറങ്ങുക. അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്ന കരിയറാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.